നമ്മളെ അടുത്തിരിക്കുന്ന ആർക്ക് ദൈവം ചെയ്ത നന്മയെ ഓർത്തല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. നമ്മെ ദൈവം നമുക്ക് ചെയ്ത നന്മ ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവ എനിക്ക് നന്മ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. പുസ്തകം പൗലോസ് പറഞ്ഞു, ആമേൻ ഈ മൺപാത്രത്തിൽ ദൈവം തന്നെ അത്യന്ത ശക്തി പകരുവാനിടയാക്കി. നമ്മൾ വെറും മൺപാത്രം, ഉടഞ്ഞു പോകുന്ന പാത്രമായിരുന്നു. പക്ഷെ നമുക്ക് ദൈവസ്ഥലിൽ പറയാൻ ഏറ്റവും വലിയൊരു കാര്യം, ഹല്ലേലൂയ, ഞാനൊരു സ്തോത്രം വെറും മൺപാത്രമല്ല. ഹല്ലേലൂയ, ഇതിന്റെ അത് വ്യാപരിക്കുന്ന ദൈവം പോലുള്ള ഒരു ശക്തി ഇതിന്റെ അത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വെറും മൺപാത്രമല്ല, ഇതിന്റെ അകത്ത് അതാണ് തിരുവനന്തപുരം പറയാൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവം നമുക്ക് ചെയ്ത നന്മ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ മാറ്റങ്ങൾ, ദൈവം നമുക്ക് ചെയ്ത നന്മകളെ നാം ഓർക്കുമ്പോൾ അത് ഓർത്ത് കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. തിരുവനന്തപുരം പറയുന്നു, അവയെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവർ. അതിന്റെ അർത്ഥം അതിലൂടെ ദൈവം നമുക്ക് തന്ന നന്മകളുണ്ട്. അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെ നൽകാതിരിക്കുമോ? നമ്മുടെ മുമ്പിൽ പലപ്പോഴും പിശാച് അതിമഹത്തായ നന്മകളെ നമ്മളെ കാണാതെ നമ്മൾ ദൈനംദിനം നേരിടുന്ന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കാതെയും സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നടത്തുമ്പോൾ ആ മെമ്പസാകുന്ന പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാമെ സ്തോത്രം ചെയ്യുന്ന സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നത് ഇവിടെ ഒരു വീട് തരാൻ വേണ്ടിയല്ല, ഒരു തൽക്കാലം ഒരു സുഖം തരാൻ വേണ്ടിയല്ല, ഒരു സൗഖ്യം തരാൻ വേണ്ടിയല്ല, അവൻ കുഞ്ഞിനൊരു വിദ്യാഭ്യാസം തരാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. എന്തെങ്കിലും കടബാധ്യത മാറ്റാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതിക്രമങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, പിശാചിന്റെ സന്തതികളായി കിടന്ന നമ്മളെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവത്തിന്റെ മക്കളാക്കി ദൈവം മാറ്റി, തന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റി. ആമേൻ, സ്തോത്രം. ദൈവഭവനത്തിലെ അംഗമാക്കി ദൈവം നമ്മളെ മാറ്റി. ദൈവിക സമ്പത്തിന്റെ ഓഹരിക്കാരാക്കി ദൈവം നമ്മളെ മാറ്റി. ഇതൊക്കെയാണ് ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തന്ന അതിമഹത്തായ നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകാതിരിക്കുന്നു. ഹല്ലേലൂയ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകാതിരിക്കുന്നു. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്, കഴിഞ്ഞ ഒരാഴ്ച ദൈവം എന്നെ ഇവിടെ നിന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാതെ കർത്താവ് എന്നെ നടത്തിയെന്ന ഒരു വിഷയം മാത്രം ചിന്തിച്ചുകൊണ്ടുള്ളതായിരിക്കരുത്. അതൊക്കെ എല്ലാം താൽക്കാലികമായ കാര്യമാണ്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെയാ കർത്താവിന് നന്ദി പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കർത്താവ് ജോലി തന്നു, അവൻ അത്യാവശ്യം കാശ് എനിക്ക് കർത്താവ് തന്നു, അത്യാവശ്യം ആരോഗ്യം എനിക്ക് കർത്താവ് തന്നു. അവൻ ഇങ്ങനെ പറഞ്ഞ് നാം ദൈവത്തിന്റെ അതിമഹത്തായ നന്മകളെ മറന്ന്, ഹല്ലേലൂയ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ, ഹല്ലേലൂയ, നാം ബലഹീനരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പോൽക്കാലം കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഈ മൺപാത്രത്തിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി എന്റെ മേലുണ്ടെന്ന് എത്ര പേർക്ക് ദൈവസനെ പറയാം. അതാണ് നമുക്ക് ഈ ഭൂമിയിൽ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. കർത്താവ് ഈ മണ്ണാമയെ സ്തോത്രം ചെയ്യും. നമ്മളെ കുറിച്ച് പിശാച് പറയുന്നത്, നിനക്ക് എന്ത് കഴിവുണ്ട്, ഹല്ലേലൂയ, നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഹല്ലേലൂയ, ആമയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അത് തന്നെയാ പറഞ്ഞ്, അവന്റെ സഹോദരങ്ങൾ ഇന്നവരല്ലേ, ഹല്ലേലൂയ, അവന്റെ അപ്പനും അമ്മയും ഇതല്ലേ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ്, ഹല്ലേലൂയ, ആ ദൈവപുത്രൻ എന്നുള്ളതായിരിക്കുന്ന മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ, ആമേ നമ്മളെ നോക്കി ആമ പിശാച്, ഹല്ലേലൂയ, അങ്ങനെ പറയുമ്പോ ആമയെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പറയണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. അതാ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്. ആമേ അതോർത്താ നമ്മുടെ ആയുസ് മുഴുവനും നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ആമേ ദൈവത്തിന്റെ നന്മകളെ നാം കാണേണ്ടതുപോലെ കാണുവാൻ നാം പ്രാപ്തരാകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടതെല്ലാം സിമ്പിളായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ആമയെ കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇതുപോലെ കാലം ഈ അത്യന്ത ശക്തി എന്റെ മേലില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ആ ശക്തിയാൽ എന്നെ നിറക്കണം. ഹല്ലേലൂയ. ഇതില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇതില്ല എങ്കിൽ നമുക്ക് പണം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഇതില്ല എങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇതില്ല എങ്കിൽ നമുക്ക് എന്തെല്ലാം നിരത്തി വെച്ചാലും, ഹല്ലേലൂയ, നമ്മൾ വെറും സീറോ. എന്നാൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പറയാനില്ലെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്ന ദൈവസനെ പറയാൻ കഴിയണം, കർത്താവേ ആ അത്യന്ത ശക്തി എന്റെ മേലുണ്ട്. ഈ മൺപാത്രത്തിൽ ഞാൻ അത് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇതുപോലെ ഇതിനെല്ലാം നമ്മൾ യോഗ്യരാക്കി മാറ്റുക. നമ്മൾ പാടിയില്ലേ, ദയ തോന്നി കർത്താവ് നമ്മുടെ മേൽ തന്നതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാദേവ ദയ തോന്നി കർത്താവ് നമ്മുടെ മേൽ ചിലത് ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മളെക്കാൾ കഴിവുള്ള അനേകര് നിത്യമരണത്തിലേക്ക് അവർ ആമേൻ സ്തോത്രം ചെന്ന് ചേർന്നപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ പഠിച്ചവര്, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിലുള്ള പല പ്രിയപ്പെട്ടവര്, അങ്ങനെ പലരും ഈ സത്യം അറിയാതെ ദൈവമക്കളായി തീരാതെ പിശാചിന്റെ സന്തതിയായി ജനിച്ച പിശാചിന്റെ സന്തതിയായി ഈ ലോകത്ത് നിന്ന് അവരൊരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക്, ഹല്ലേലൂയ, പിശാച് പലതിനെയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവം നമുക്ക് ചെയ്ത നന്മ എത്ര വലുതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇതിനൊന്നും നമ്മൾ ആരും
ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പോളിക്കാലം നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ ആമേൻ ആമേ സന്തോഷത്തോടെ നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാം. കർത്താവേ ആമേ സ്തോത്രം, ഈ പദവിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ. അങ്ങനെ കണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ ആമേ സ്തോത്രത്തിനെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾ, നിങ്ങൾ എന്ത് നന്മയാണ് ദൈവത്തെ നമ്മൾ ആവശ്യിച്ചത്. ആമേ സ്തോത്രം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന എന്ത് നന്മയാണ് ആമേൻ അതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ആമേൻ ആ ദൈവിക പരിജ്ഞാനത്തോടെ ഹല്ലേലൂയ സന്തോഷത്തോടെ ആമേൻ ഈ പാടുന്ന പാട്ട് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.